എന്താ മോളെ? ടെൻഷനോടെ നിൽക്കുന്ന തുമ്പിയെ നോക്കി സംശയത്തോടെ ചൈതന്യ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ചേച്ചി. തുമ്പി മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് പോയതാകും തുമ്പി. അതോർത്ത് നീ ചുമ്മാ ടെൻഷൻ അടിക്കാൻ നിൽക്കാതെ. ചിലപ്പോൾ കാശിയും മാഫിയും കൂടെ ഒരുമിച്ച് വന്നോളും. അമ്മായി കൂടെ പറഞ്ഞു കേട്ടതും അവളൊന്ന് തല കുലുക്കി. പിന്നെ പാറുവിൻ്റെ അടുത്തായി വന്നിരുന്നു. അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും കാശിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് എന്തായിരിക്കും എന്നായിരുന്നു അവളുടെ ചിന്ത. കൂടെ വെപ്രാളത്തോടെ ഇറങ്ങിപ്പോയ അഫിയുടെ മുഖവും അവളെ വല്ലാതെ ശല്യം ചെയ്തു. ഒരു നിമിഷം തുമ്പയുടെ കണ്ണുകൾ ടി വി കാണുന്ന മാധവിൻ്റെ മുഖത്തേക്ക് നീണ്ടു. അവൻ വലിയ സന്തോഷത്തിൽ രാധയുടെ ഒപ്പം സീരിയൽ കാണുകയാണ്. എന്താ മോളെ? വാസുദേവ് തുമ്പിയെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അച്ഛാ. കാശിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതിപ്പോൾ കുറച്ചു നേരമായി സ്വിച്ച് ഓഫ് എന്ന് പറയുകയാണ്. ഹാളിലിരുന്ന തുമ്പി വീടിന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് അവളുടെ പുറകിൽ വന്ന് വാസുദേവൻ സ്നേഹത്തോടെ ചോദിക്കുന്നത്. അയാളിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തുമ്പി തന്നെ ടെൻഷൻ പറഞ്ഞു. ഇതാണോ ഇപ്പോൾ വലിയ കാര്യം? ഇതുപോലെ കാശി താമസിച്ചു വരുന്ന ദിവസങ്ങളുണ്ടല്ലോ മോളെ. മോൾക്കതൊന്നും അറിയാഞ്ഞിട്ടാണ്. ഫോണിൽ ചാർജ് ഇല്ലാതെ ഓഫായി പോയതാകും. വാസുദേവൻ ചിരിയോടെ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. കാശിയേട്ട ഫോണിൽ വരുന്ന കോളെല്ലാം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഫോൺ ഓഫാക്കാതെ ശ്രദ്ധിക്കും കാശിയേട്ടൻ. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. തുമ്പിയുടെ കണ്ണുകൾ ഗേറ്റിനരികിലേക്ക് നീണ്ടു. മോൾക്ക് വെറുതെ തോന്നുകയാണ്. അവനൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഫി വരുമല്ലോ. നമുക്ക് അവനോട് പറഞ്ഞെന്ന് അന്വേഷിക്കാം. മോൾക്ക് ഇത്തിരി സമാധാനമാകുമല്ലോ. വാസുദേവൻ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. വീണ്ടും കാഴ്ചയുടെ ഫോണിലേക്ക് വിളിച്ചതും സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന കേട്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വന്നു. പിന്നെ തുമ്പിയുടെ കൈകൾ നീണ്ടത് അഫിയുടെ നമ്പറിലേക്കായിരുന്നു. ഒരു വട്ടം ബെല്ലടിച്ചിട്ടും എടുക്കാതെ വന്നതും അവൾ വാശിയോടെ രണ്ടാമതും വിളിച്ചു. പറമോളെ. അഫി മറുവശം ഫോണെടുത്ത് ചോദിച്ചത് കേട്ടതും തുമ്പി ഒരു ദീർഘശ്വാസം എടുത്തു. കാശിയേട്ടന് എന്താ പറ്റിയത്? എന്നോട് സത്യം പറയണം. കാശിയേട്ടൻ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന ശീലമൊന്നും ആൾക്കില്ലല്ലോ. മാത്രമല്ല ഇവിടുന്ന് ഫോൺ വന്നതും അഫിയേട്ടൊന്നും വ്യക്തമായി പറയാതെ ഇറങ്ങി ഓടിയതല്ലേ. എന്നെ കൊടുത്ത് ഭ്രാന്ത് പിടിപ്പിക്കാതെ പറയുന്നുണ്ട് അഫിയേട്ടാ. അഫിയോട് അല്പം ദേഷ്യത്തിൽ തന്നെ തുമ്പി ചോദിച്ചു. മോളെ, അത് അവൻ പറയണോ വേണ്ടിയെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. എന്താണെങ്കിലും പറാഫിയേട്ടാ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതോർത്ത് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും. അളിയനിപ്പോൾ ഹോസ്പിറ്റലാണ് തുമ്പി. ചെറിയൊരു ആക്സിഡൻറ്റ്. അങ്ങനെ ഫോൺ പൊട്ടിയതാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആകും. അവളുടെ വാക്കുകളിൽ സങ്കടം നിറഞ്ഞതും അഫി മെല്ലെ പറഞ്ഞു. അയ്യോ അഫിയേട്ടാ, എൻ്റെ കാശിയേട്ടൻ ഏത് ഹോസ്പിറ്റലാണ്? ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. തുമ്പി അവൻ പറഞ്ഞു കേട്ടതും വെപ്രാളത്തോടെ പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ. ഞങ്ങൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്തും. അഫി അവളെ തടയാൻ ശ്രമിച്ചു. അഫിയേട്ടൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. എനിക്കിപ്പോൾ എൻ്റെ കാശിയേട്ടനെ കാണാം. ഹോസ്പിറ്റൽ എവിടെയാണെന്ന് പറ. തുമ്പി സങ്കടത്തിൽ നിന്നും ഉതിർന്ന് വീണ ദേഷ്യത്തോടെ പറഞ്ഞു. അഫി ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കൊടുത്തതും തുമ്പി അകത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. പിന്നെ വേഗം പുറത്ത് കിടക്കുന്ന കാറിൻ്റെ കീ എടുത്ത് ഇറങ്ങാൻ നിന്നതും ചൈത്തു അവളെ പുറകിൽ നിന്നും വിളിച്ചു. എന്താ മോളെ, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? ചൈതന്യ സംശയത്തോടെ ചോദിച്ചു. കാശിയേട്ടൻ വിളിച്ചു ചേച്ചി. എനിക്ക് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ലൊക്കേഷൻ അയച്ചു തന്നിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. അത്രമാത്രം പറഞ്ഞ് തുമ്പി അവിടെ നിന്നും ഇറങ്ങി. എവിടെ കാശിയേട്ടൻ? എവിടെ? തന്നെ കാത്തു പുറത്ത് നിൽക്കുന്ന ആഫിയെ കണ്ടതും ചുവന്ന കണ്ണുകളോടെ തുമ്പി ചോദിച്ചു. വാ. ആഫി അവളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു VIP റൂമിലേക്ക് നടന്നു. അകത്ത് കയറിയതും തുമ്പി കാണുന്നത് അവളെ ഗൗരവത്തിൽ നോക്കി ബെഡിൽ ചാരിയിരിക്കുന്ന കാശിയാണ്. കാശിയേട്ടാ. അവൻ്റെ നെറ്റിയിലെ കേട്ട് കണ്ടവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ഓടി. അത് കണി ആഫി ഒരു ചിരിയോടെ പുറത്ത് തന്നെ നിന്നു. ഇത് ചെറിയൊരു മുറിവാണ് അഫി നിന്നോട് പറഞ്ഞതല്ലേ തുഷാര? എന്നിട്ടും വാശി പിടിച്ച് രാത്രി ഇങ്ങോട്ട് വന്നത് എന്തിനാ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അവളെ ചുവന്ന് കയറിയ മുഖവും കണ്ണും നോക്കി കാശി ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ എന്തു വേണം? കാശിയേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ആഫിയുടെ ടെൻഷൻ അടിച്ചുള്ള ഇറങ്ങിപ്പോക്ക്. പിന്നെ കാശിയേട്ട ആക്സിഡന്റ് കൂടെ കേട്ടതും എനിക്ക് അവിടെ നിൽക്കാൻ തോന്നണ്ടേ? വീർത്ത മുഖവും നിറഞ്ഞ കണ്ണുമായി അവൾ കാശിയുടെ ബെഡിൽ വന്നിരുന്നു. വേറെ എന്തെങ്കിലും പറ്റിയോ കാശിയേട്ടാ? അവൻ്റെ കൈ രണ്ടും പിടിച്ചെടുത്ത് കാശിയുടെ ശരീരത്തിലൂടെ തുമ്പിയുടെ കണ്ണുകൾ പാഞ്ഞു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാതെ കണ്ണ് നിറയ്ക്കണ്ട. അവളുടെ നീല കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് നോക്കി കാശി ഒരു അസ്വസ്ഥതയോടെ പറഞ്ഞു. തുമ്പി തല നന്നായി കുലുക്കിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു. പേടിച്ചോ? തൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നുകൊണ്ട് മൂക്ക് വലിക്കുന്ന അവളോട് കാശി ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരിയോടെ ചോദിച്ചു. പിന്നെ പേടിക്കാതിരിക്കോ? കല്യാണം കഴിഞ്ഞ ആഗ്രഹങ്ങളൊന്നും തീരാതെ ഞാൻ വിധവയാകുമോ എന്ന് പേടിച്ചു. അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കേട്ടതും
കാശി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. ഡോക്ടർ എന്തു പറഞ്ഞു? സ്റ്റിച്ച് വല്ലതുമുണ്ടോ? അവൻ്റെ നെറ്റിയുള്ള മുറിവിൽ നോക്കി തുമ്പി സംശയത്തിൽ ചോദിച്ചു. 3 സ്റ്റിച്ചുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അല്പസമയം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീട്ടിൽ വരാൻ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ നീ ഒന്നും കേൾക്കാതെ ഇങ്ങോട്ട് ഓടിയില്ലേ? അല്പം കടുപ്പത്തിൽ തന്നെ കാശി പറഞ്ഞു കേട്ട് അവൾ അത് കേൾക്കാത്തതുപോലെ ഇരുന്നു. ഒന്നും അനുസരിക്കരുത്. അവളുടെ ആ ഭാവം കാണി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഇതെന്ത് പറ്റിയതാ? ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റി മാത്രമല്ലേ മുറിവുണ്ടായുള്ളൂ? തുമ്പി അവനെ സൂക്ഷിച്ചു നോക്കി. നിനക്കിപ്പോൾ എൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാകാത്തതാണോ പ്രശ്നം? കാശി ചോദിച്ചു കേട്ടതും തുമ്പി അവനെ നോക്കിയെന്ന് പല്ല് കടിച്ചു. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഇതൊരു ആക്സിഡൻറ്റ് പോലെ ഇല്ല എന്നല്ലേ പറഞ്ഞത്? ആരോ പഞ്ഞിക്കിടാൻ വന്നതുപോലെയുണ്ട്. സത്യം പറ കാശിയേട്ടാ, എന്താ സംഭവം? അവനെല്ലാം കണ്ണുകൾ മാറ്റാതെ ചോദിക്കുന്നവളോട് എന്ത് പറയുമെന്നോർത്ത് അവനൊരു ദീർഘശ്വാസം എടുത്തു. നീ ആരാ? ഡിറ്റക്റ്റീവാണോ? തന്നെ സൂക്ഷിച്ചു നോക്കുന്ന തുമ്പിയെ ചൊടിപ്പിക്കാൻ എന്നോണം കാശി പറഞ്ഞു കേട്ടതും അവൾ അവനെ നോക്കി മുഖം കൂട്ടി. വേണ്ട, പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്കും അത്യാവശ്യം ഹോൾഡൊക്കെയുണ്ട്. തുമ്പി വലിയ കാര്യത്തിൽ പറഞ്ഞു കേട്ടതും കാശി അവളെ തന്നെ നോക്കിയിരുന്നു. ഒരു കൈയും കാലുമൊക്കെ ഒടിഞ്ഞിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ അല്ലേ കാശിയേട്ടാ? അതാകുമ്പോൾ ഞാൻ കാശിയുടെ കൂടെ തന്നെ ഒരു ഹെൽപ്പിനുണ്ടാകുമായിരുന്നു. അങ്ങനെ താങ്ങി പിടിച്ചൊക്കെ നടക്കുമ്പോൾ കാശിയാണ് എന്നോട് പ്രണയമൊക്കെ തോന്നുമായിരുന്നു. ഇത് പക്ഷെ ഒന്നും നടക്കില്ല. തുമ്പി താഴേക്ക് കൈ കൊടുത്തുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു കേട്ടതും അവൻ അവളെ നിരൂക്ഷമായി നോക്കി. എനിക്കിപ്പോൾ കൂടുതലൊന്നും പറ്റാത്തതായോ നിനക്ക്? ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ കാശിയേട്ടാ? തുമ്പി നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അഫി അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോൾ അഫിയേട്ടൻ എൻ്റെ കൂടെ അകത്തേക്ക് വന്നിരുന്നില്ലേ? അഫിയെ നോക്കി തുമ്പി സംശയത്തോടെ ചോദിച്ചു കേട്ടതും അവൻ ചിരിയോടെ അവളെ തലയൊന്ന് പിടിച്ച് കുലുക്കി. അപ്പോൾ ഞാൻ വരാത്തൊന്നും മോൾ അറിഞ്ഞിരുന്നില്ലേ? അതങ്ങനെയല്ലേ വരൂ, അളീനെ കാണാൻ ഓടി വന്നതല്ലേ? അഫി പറയുന്ന കേട്ടതും അവളൊരു ചിരിയോടെ ഇരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ അളിയ? ഇല്ല, ബിൽ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അഫി. കാശി മടുപ്പോടെ പറഞ്ഞു കേട്ടതും അഫി തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അഫി ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ട് വന്നതും കാശി പോകാൻ വേണ്ടി ബെഡിൽ നിന്നും എഴുന്നേറ്റു. അത് കണ്ട് തുമ്പി അവനെ പിടിക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു. എനിക്ക് കാലിന് പ്രശ്നമൊന്നുമില്ല തുഷാര, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം. അല്ല, ട്രിപ്പൊക്കെ ഇട്ടതല്ലേ, പെട്ടെന്ന് എഴുന്നേറ്റാൽ ചിലപ്പോൾ തല കറങ്ങി വീണാലോ, അതുകൊണ്ട് ഞാൻ പിടിച്ചേക്കാം. എൻ്റെ ഒരു മനസ്സമാധാനത്തിനെങ്കിലും. തുമ്പി പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചോരം ചാഞ്ഞ് കാശിയുടെ വലത് കൈ എടുത്ത് അവളെ തോളിലേക്കിട്ടു. അവരുടെ നടത്തം കണ്ട് അഫിക്ക് ചിരിയാണ് വന്നത്. വലിയ കാര്യം പോലെ കാശി പിടിക്കാമെന്നും പറഞ്ഞ ആള് അവൻ്റെ നെഞ്ചോരം ചേർന്ന് അവനിൽ താങ്ങിയാണ് നടക്കുന്നത്. കാശി അവളെ നിന്ന് നോക്കി ആ തോളിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി ഒതുക്കി. അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആള്. തുമ്പിയും കാശിയും ഒക്കെ വീട്ടിൽ വന്ന് കയറിയതും അവൻ്റെ നെറ്റിയിലെ മുറിവ് കണ്ട് ചൈതന്യാക്കി കരച്ചിലും ബഹളവുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞ് അവളെ കാശി തന്നെ സമാധാനിപ്പിച്ചു. നോക്കി ഡ്രൈവ് ചെയ്യണ്ടേ മോനെ, നിനക്കെന്തെങ്കിലും പറ്റിയാലോ? വാസുദേവൻ കാശിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ അയാളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ആ സമയമെല്ലാം തുമ്പിയുടെ കണ്ണ് കാശി കണ്ട് പകച്ചു നിൽക്കുന്ന മാധവിലും രാധയിലുമായിരുന്നു. കാശി കണ്ട ഉടനെ TV കണ്ടുകൊണ്ടിരുന്ന മാധവ് ചാടി എഴുന്നേൽക്കുകയായിരുന്നു. അയ്യോ, എന്ത് പറ്റി കാശിയേട്ടാ? ശ്രദ്ധിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണ്ടേ, ഇതിപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. കാശിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട മീരെ വെപ്രാളത്തോടെ ചോദിച്ചു കേട്ടതും ഗൗരവത്തിൽ കാശി അവളുടെ കൈ തട്ടി മാറ്റി. എല്ലാവരുടെയും മുമ്പിൽ വെച്ചായതുകൊണ്ട് മീര ഒന്ന് വിളറിപ്പോയി. ഞാൻ പെട്ടെന്ന് മീര കാശിയോട് എന്തോ പറയാൻ വന്നതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. മീര, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും വരണ്ട, അതിനൊക്കെ എനിക്കിപ്പോൾ ആളുണ്ട്. മീര മാധവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അത് ചിലപ്പോൾ ഒക്കെ മീര മറന്നു പോകുന്നുണ്ട്. തീർത്തും ഗൗരവത്തിൽ ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ കാശി പറഞ്ഞതും അവൾ നാണക്കേടോടെ തല താഴ്ത്തി. മാധവിലായിരുന്ന തുമ്പിയുടെ കണ്ണുകൾ നിമിഷം നേരം കൊണ്ടാണ് മീരയിൽ പതിഞ്ഞത്. അവളുടെ ഭാവം കാണി പല്ല് കടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. കാശി അവൾക്കുള്ള മറുപടി കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ ഒന്നും മീരയോട് പറയാൻ പോയില്ല അവൾ. ഒത്തിരി സമയമായല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കുമോനെ. ദേഹത്ത് എവിടെയെങ്കിലും വേദനയൊക്കെ കാണും, ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടന്നാൽ മതി. വേണ്ട ചാ, വിശപ്പില്ല. കാശിയുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ വാസുദേവൻ പറഞ്ഞു കേട്ടതും അവൻ അത്രയും പറഞ്ഞിട്ട് തൻ്റെ റൂമിലേക്ക് നടന്നു. കൂടെ തുമ്പിയും. അവർ പോയത് കണ്ട് രാധ കണ്ണുകൾ കൊണ്ട് മാധവിനെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു. ചുറ്റും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ആകട്ടെ എന്ന രീതിയിൽ അവനും തിരികെ കണ്ണ് കാണിച്ചു. ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ട് കാശി ഇറങ്ങുമ്പോൾ അവനെയും കാത്ത് തുമ്പി അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ മാധവിനെ നല്ല സംശയമുണ്ട്. അവൻ കാശിയേട്ടനെ കണ്ടതും ഞെട്ടിയാണ് എഴുന്നേറ്റത്. അതെന്താ അങ്ങനെ?
തുമ്പി കാശിയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവൻ്റെ നെറ്റിയിലുള്ള മുറിവ് പതിയെ നമർത്തി. കാശി കണ്ണുകൾ അടച്ചുകൊണ്ടെന്ന് എരിവ് വലിച്ചതും തുമ്പി അവനെ കൂർപ്പിച്ചു നോക്കി. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാശിയേട്ടാ, ദേ ഇന്നിട്ട സ്റ്റിച്ചാണെന്ന് അറിഞ്ഞു. കാശിയുടെ നെറ്റിയിൽ ഒടിച്ച് നനഞ്ഞ പ്ലാസ്റ്റർ എടുത്തുകൊണ്ട് തുമ്പി ചോദിച്ചതും കാശി നോട്ടം മാറ്റിക്കളഞ്ഞു. അവിടെ ഇരിക്കെ, ഇതൊന്ന് ഡ്രസ്സ് ചെയ്തു തരാം. കാശിയെ ബലമായി ബെഡിൽ പിടിച്ചിരുത്തിക്കൊണ്ട് തുമ്പി അവന് ഡ്രസ്സ് ചെയ്യാനുള്ള മെഡിക്കൽ ബോക്സ് തിരിഞ്ഞു. പിന്നെ അതുമായി വന്ന് ശ്രദ്ധയോടെ അവനെ ഡ്രസ്സ് ചെയ്തു കൊടുത്തു. വിശക്കുന്നുണ്ടോ കാശിയേട്ടാ? മരുന്ന് കഴിക്കാനുള്ളതല്ലേ, വിശന്ന് കിടക്കണ്ട, ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരട്ടെ? തുമ്പി അവനെ നോക്കി ചോദിച്ചു. കുളിച്ചിറങ്ങിയപ്പോൾ കാശിക്ക് നല്ല വിശപ്പ് തോന്നിയിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നമുക്ക് താഴെ പോകാം. കാശി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പിയും അവരും പുറത്തേക്ക് നടന്നു. ഇതിപ്പോൾ എല്ലാവരും കിടന്നു തോന്നുന്നു. താഴെ അനക്കമൊന്നും കേൾക്കാതെ വന്നതും തുമ്പി പതിയെ പറഞ്ഞു. അതിന് കാശി നമർത്തി മുളി. അയ്യോ, ഇവിടെ കഴിക്കാനൊന്നും ഇല്ലല്ലോ. തുമ്പി ഡൈനിങ് ടേബിൾ നോക്കി ദയനീയമായി പറഞ്ഞു. ആ, ചിലപ്പോൾ കിച്ചണിൽ കാണും. തുമ്പി തന്നെ ഉത്തരവും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. കൂടെ കാശിയുമുണ്ട്. അവിടെ ഒന്നുമില്ലെന്ന് കണ്ടതും തുമ്പി ഫ്രിഡ്ജ് തുറന്ന് നോക്കി. ദോശമാവും ഹാഫ് കുക്ക് ചപ്പാത്തിയുമുണ്ട്. കറിയായിട്ട് ചിക്കൻ ഇരിപ്പുണ്ട്. അത് പിന്നെ ചപ്പാത്തി ചൂടാക്കാൻ കാശിയേട്ടാ, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. അവനെ തിരിഞ്ഞു നോക്കി പറഞ്ഞിട്ട് വേഗം ചിക്കൻ കറിയും ചപ്പാത്തിയും അവൾ പുറത്തേക്കെടുത്തു. ഇതിപ്പോൾ എന്തിനിട്ടാ ഒന്ന് ചൂടാക്കുന്നേ? തുമ്പി വിരൽ കടിച്ചുകൊണ്ട് ചുറ്റുമെന്ന് നോക്കി. അത് കണ്ടതും കാശി പാനെടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തുകൊണ്ട് അടുക്കളയിൽ സ്ലാബിൽ കയറിയിരുന്നു. അത് കണ്ടൊരു ചിരിയുടെ ചപ്പാത്തി എടുത്ത് കലലിടാൻ നോക്കിയതും വിരലിൽ ചൂട് കൊണ്ടൊന്ന് എരിവ് വലിച്ചുകൊണ്ട് തൻ്റെ വിരലൊന്ന് കുടഞ്ഞു അവൾ. പൊള്ളിച്ചോ? വേഗം തന്നെ അവളുടെ വിരൽ പിടിച്ചെടുത്തുകൊണ്ട് കാശി അവളെ നോക്കി കണ്ണൊട്ടിയതും തുമ്പി അവനെ നോക്കിയെന്ന് ചിരിച്ച് കാണിച്ചു. ഇവിടെ ഇരിക്കെ, ഞാൻ ചെയ്തോളാം. അവളെ സ്ലാബിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് കാശി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും നന്നായി തല കുലുക്കിക്കൊണ്ട് തുമ്പി അവൻ ചെയ്യുന്നത് ശ്രദ്ധയോടെ നോക്കിയിരുന്നു. ഞാൻ ഉണ്ടാക്കുമായിരുന്നു, കാശിയേട്ടന് വയ്യാത്തതല്ലേ? ചപ്പാത്തി ചൂടാക്കുന്ന സമയം തന്നെ മറ്റൊരു അടുപ്പിൽ ചിക്കൻ കറിയും ചൂടാക്കിയെടുത്ത അവനെ നോക്കി നല്ലോണം ചിരിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു. അത് കേട്ടതും അവൻ തിരിഞ്ഞവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരു കുട്ടി നിക്കറും ഉടുപ്പും ഇട്ട് കാലും കയറ്റി വെച്ച് സ്ലാബിലിരിക്കുന്നവളെ കാണി ഉള്ളിൽ വാത്സല്യമായിരുന്നു ആദ്യം തോന്നിയത്. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾ കാണാതിരിക്കാൻ കാശി പെട്ടെന്ന് തിരിഞ്ഞ് കുക്കായി ചപ്പാത്തി ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ കറിയും ഒഴിച്ച് അവൾക്ക് നേരെ നീട്ടി. അപ്പം കാശിയേട്ടനോ? കാശിയേട്ടന് വിശക്കുന്നില്ലേ? തുമ്പി തൻ്റെ കയ്യിലിരിക്കുന്ന പ്ലേറ്റ് നോക്കി സംശയത്തോടെ അവനോട് ചോദിച്ചു. ആദ്യം നീ കഴിച്ചോ, ഞാനിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കാശി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവളൊന്ന് മൂളിക്കൊണ്ട് അതിൽ നിന്നും ഒരു പീസ് എടുത്ത് കാശിക്ക് നേരെ നീട്ടി. കഴിക്ക്. അവർ നേരെ നീട്ടുന്നത് കണ്ടതും കാശി ഒരു നിമിഷം അവളെ നോക്കി. കണ്ണുകൊണ്ട് തുമ്പി കഴിക്കാൻ പറഞ്ഞതും അവൻ പതിയെ വാ തുറന്നു. ഒരു വട്ടം അവൻ കഴിക്കുമെങ്കിൽ അടുത്ത വട്ടം അവൾ കഴിക്കും. പിന്നെയും അവൻ. അങ്ങനെ മാറി മാറിയാണ് അവർ കഴിച്ചത്. കാശി ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചത് തീർന്നിട്ടുണ്ടാകും. അവനും ആ നിമിഷം നന്നായി ആസ്വദിച്ചുകൊണ്ട് തന്നെ കഴിച്ചു. വയറ് നിറഞ്ഞോ കാശിയേട്ടാ? പ്ലേറ്റുള്ള ചപ്പാത്തി തീർന്ന് കണ്ടതും അവൾ അവനെ നോക്കി. അതിന് തല കുലുക്കിക്കൊണ്ട് രണ്ടാളും വെള്ളവും കുടിച്ച് കൈ കഴുകി. പിന്നെ കിച്ചണെല്ലാം ഒതുക്കി ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാസുദേവൻ്റെ റൂമിൽ അടക്കി പിടിച്ച ശബ്ദവും എന്ത് ബഹളവും കേട്ടതും തുമ്പി കാശി ഒന്ന് നോക്കി. അവനും കാര്യം അറിയാതെ നിൽക്കുകയാണ്. മിണ്ടല്ലേ? കാശിയുടെ കൈ പിടിച്ച് അയാളുടെ റൂമിന് മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞ് ചുണ്ടിന് മുകളിൽ വിരൽ വെച്ചുകൊണ്ട് തുമ്പി അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ ഡോറിനരികിൽ പോയി ചെവി അടുത്തേക്ക് പിടിച്ചുകൊണ്ട് നിന്നു. തുഷാര, വന്നേ, ഇതത്ര നല്ല സ്വഭാവമൊന്നുമല്ല. കാശി അവളുടെ കോപ്രായങ്ങളെല്ലാം കണ്ടൽപ്പം ഗൗരവത്തിൽ അവളെ കയ്യിലേക്ക് വലിച്ചെടുത്തതും തുമ്പി അവനെ നോക്കി മുഖം വീർപ്പിച്ചു. പിന്നെ ഇഷ്ടമില്ലാതെ കാശിയുടെ ഒപ്പം തിരിഞ്ഞു പോകാൻ നിന്നതും അകത്തുനിന്നും മാധവിൻ്റെ ശബ്ദം കേട്ടത്. എനിക്കൊരബദ്ധം പറ്റിയതാച്ചാ, ഒരു തവണ എന്നോട് ക്ഷമിക്ക്. മാധവിൻ്റെ ശബ്ദം അത് കേൾക്കേ തുമ്പിയെന്ന് കാതു കൂർപ്പിച്ചു. സ്വന്തം എണ്ണ തന്നെ കൊല്ലാൻ നോക്കിയ നിന്നോട് ക്ഷമിക്കാനാണ് മാധവ് നീ പറയുന്നത്? അടക്കിയ ശബ്ദങ്ങളിൽ നിന്നും വാസുദേവൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നു. അത് കേട്ടതും തുമ്പി തറഞ്ഞു നിന്നു. പിന്നെ വെപ്രാളത്തോടെ കാശി തിരിഞ്ഞു നോക്കി. അവന് മകി വിളറി നിൽക്കുകയാണ്, അല്ലാതെ കേട്ട കാര്യത്തിൻ്റെ ഞെട്ടില്ലല്ല. അതുകൊണ്ട് തുമ്പിയുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. നമ്മുടെ മോനല്ലേ, അവനോടൊന്ന് ക്ഷമിക്ക്. അറിയാതെ എന്തോ പൊട്ടത്തരം ചെയ്തു പോയതാണ്. അല്ലെങ്കിലും ഇവിടെ എൻ്റെ മക്കൾക്കൊരു വിലയില്ലല്ലോ. എല്ലാം തീരുമാനിക്കുന്നത് കാശിയാണല്ലോ. അവനാണെങ്കിൽ ഞാൻ രണ്ടാനമ്മയും എൻ്റെ മക്കൾ ശത്രുക്കളുമാണല്ലോ. ഇനിയിപ്പോൾ ഇതുകൂടി അറിഞ്ഞാൽ അവൻ എൻ്റെ മോനെ കൊന്നുവയ്ക്കും. രാധ കള്ളക്കരച്ചിലോടെ പറഞ്ഞു. ഇവൻ കൊല്ലാൻ നോക്കിയത് എൻ്റെ മകനെയാണ് രാധേ. അവന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? വാസുദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോൾ വാസുവേട്ടൻ ഇത് അവനോട് പോയി പറയാൻ നിൽക്കണ്ട.
ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. രാധ കരച്ചിലോടെ പറഞ്ഞു കേട്ടതും അയാളൊന്ന് അടങ്ങി. മോനെ, അത് നിന്റെ ഏട്ടനാണ്. ഇങ്ങനെയൊന്നും അവനോട് ചെയ്യാൻ പാടില്ല. ഇപ്പോഴും നമ്മുടെ കാര്യമെല്ലാം നോക്കുന്നത് അവൻ തന്നെയല്ലേ? അത് നീ ഓർക്കാത്തത് എന്താ? ഈ ഒരു തവണത്തേക്ക് അച്ഛൻ ക്ഷമിക്കാം. കാരണം ഇത് കാശി അറിഞ്ഞാൽ നിന്നെ ജീവനോടെ വെച്ചിരിക്കില്ല അവൻ. നിന്നെയും എനിക്ക് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ. അയാളുടെ ശബ്ദമൊന്നിടറി. പുറത്തുനിന്ന് കേട്ടതും കാശി ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നെ തുമ്പിയെ നോക്കി റൂമിലേക്ക് പോകാൻ തിരിഞ്ഞു. അപ്പം തന്നെ തുമ്പി അയാളുടെ റൂമിൻ്റെ ഡോറിൽ അമർത്തി തട്ടി. ഹേയ് തുഷാര, എന്തേത് വന്നേ? അത് കേട്ടതും കാശി ഗൗരവത്തിൽ അവളെ പിന്നിലേക്ക് വലിച്ചു. ഇല്ല കാശിയേട്ടൻ, എന്നെ വിട്. തുമ്പി അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ ഡോറിലൊന്നുകൂടെ മുട്ടി. ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത് വാസുദേവൻ തന്നെയായിരുന്നു. മുന്നിൽ കാശിയും തുമ്പിയും നിൽക്കുന്ന കണ്ട് അയാൾ പെട്ടെന്നൊന്ന് വിളറിപ്പോയി. എങ്കിലും അവരെ നോക്കി നിന്ന് ചിരിക്കാൻ അയാൾ ശ്രമിച്ചു. നിങ്ങൾ ഉറങ്ങിയില്ലേ മക്കളെ? ഞങ്ങൾ ഉറങ്ങിയാൽ ഇതൊക്കെ എങ്ങനെ കേൾക്കുന്നത്? തുമ്പി അയാളെ നോക്കി രൂക്ഷമായി തന്നെ ചോദിച്ചു. അപ്പോഴേക്കും അകത്തുനിന്നും രാധയും മാധവും പുറത്തേക്ക് വന്നു. മോളെ, വാസുദേവൻ ഒരു ഞെട്ടലോടെ അവളെ വിളിച്ചു. വിളിക്കണ്ട, ഇവൻ ചെയ്ത കാര്യം എന്താണെന്നറിഞ്ഞു. അതറിഞ്ഞിട്ട് അച്ഛൻ ഇവനോട് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കാശിയുടെ ഭാര്യയായ എനിക്ക് ഇവനോട് ക്ഷമിക്കാൻ പറ്റില്ല. തുമ്പി അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറഞ്ഞു തുള്ളി. മോനെ, എൻ്റെ കുഞ്ഞിനൊരു അബദ്ധം പറ്റി. ഇവരെക്കാൾ മുതിർന്ന നീയല്ലേ അത് ക്ഷമിക്കേണ്ടത്. പിന്നീട് നിൽക്കുന്ന കാശി ഒന്ന് നോക്കി രാധ പറഞ്ഞു കേട്ടതും തുമ്പി അവരെ ദേഷ്യത്തിൽ നോക്കി. അബദ്ധം? ഇതുപോലൊരു അബദ്ധം കൊള്ളാലോ. കാശിയേട്ടന് കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവൻ മറുപടി പറയുമായിരുന്നോ? അവിടെ മുൻപിൽ മുഖം താഴ്ത്തി നിൽക്കുന്ന മാധവിന് നേരെ കണ്ണുകൾ നീട്ടി അവൾ. മോനെ കാശി. വാസുദേവൻ കാശിയെ ദയനീയമായി വിളിച്ചു. തുഷാര, ഇവിടെ വാ. കാശി വാസുദേവന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയതിനു ശേഷം തുമ്പിയുടെ കയ്യിൽ പിടിച്ച പിന്നിലേക്ക് വലിച്ചു. വിട് കാശിയേട്ടാ, ചോദിക്കട്ടെ ഞാനിവനോട്. കാശിയിൽ നിന്നും തൻ്റെ കൈകൾ ബലമായി വിടുവിച്ചുകൊണ്ട് തുമ്പി മാധവനെ രൂക്ഷമായി നോക്കി. എന്തിനായിരുന്നു എന്തിനായിരുന്നു നീ അങ്ങനെ ചെയ്തതെന്ന്? തുമ്പി അവനെ തന്നെ നോക്കി. ഞാൻ തുമ്പി, ഒരബദ്ധം. പിന്നിൽ നിൽക്കുന്ന കാശിയിൽ അവൻ്റെ നോട്ടം വീണതും വിറയിലോടെ പറഞ്ഞു മാധവ്. അവൻ പറഞ്ഞു നിർത്തിയ അടുത്ത നിമിഷം മാധവിൻ്റെ കവിളിൽ തുമ്പിയുടെ കൈ പതിഞ്ഞു. അവൻ കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ ദേഷ്യത്തിൽ നോക്കി. തുമ്പി! വാസുദേവൻ ശബ്ദം കടുപ്പിച്ചു വിളിച്ചു. അച്ഛൻ മിണ്ടരുത്. കുറച്ചു മുന്നേ ഇവൻ ചെയ്തതിന് ഒരടിയെങ്കിലും നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ബഹുമാനിച്ചേനെ. പക്ഷേ നിങ്ങൾ ചെയ്തതോ? കത്തുന്ന കണ്ണുകളുടെ വാസുദേവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ മാധവനെ നേരെ തിരിഞ്ഞു.